Hi students, okay, next we will discuss different levels of conflict. Different levels of conflict. Conflict can occur at a number of levels of human functioning. There can be conflict in head between opposing motives or ideas which take place in the form of internal dialogue. This is called intrapersonal conflict. സോ നമുക്ക് കോൺഫ്ലിക്ട്സ് പല രീതിയിലുണ്ടാവും. സോ ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് കോൺഫ്ലിക്റ്റ് എന്ന് പറയാം. സോ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഒപ്പോസിങ് മോട്ടീവ്സ് ഓർ ഐഡിയാസ്, നമുക്ക് ഡിഫറെൻറ്റ് ഐഡിയാസ് ഉണ്ടായിരിക്കും, അത് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കും. ഇൻറ്റേർണൽ ഡയലോഗ് നമുക്കതിനെ പറയാം, അതിനെ ഇൻട്രാ പേഴ്സണൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയാം. അതുകൂടാതെ നമുക്ക് സോഷ്യൽ കോൺഫ്ലിക്റ്റ് വരാം, conflict between people, whether they are acting as individuals, as members of group, as a representative organization or nations. സോ നമുക്ക് വ്യക്തികൾക്ക് ഡിഫറെൻറ്റ് ഐഡിയാസ് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് വരാം, അത് ഇൻട്രാ പേഴ്സണൽ കോൺഫ്ലിക്റ്റ് വരാം, സോഷ്യൽ കോൺഫ്ലിക്റ്റ് വരാം. അതേപോലെ നമുക്ക് ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻസ്, റെപ്രസെൻറ്റേറ്റീവ് നേഷൻസ്, രാജ്യങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് വരാം, അല്ലേ? അങ്ങനെ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് കോൺഫ്ലിക്റ്റ് ഉണ്ട്. First one, interpersonal conflict. Interpersonal conflict occurs when two people have incompatible needs, goals, or approaches in their relationship. So interpersonal conflict അത് വരുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ്. സോ അവരുടെ ഐഡിയാസ്, അവരുടെ ഗോൾസ്, അവരുടെ റിലേഷൻഷിപ്പ്, ഇത് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് വരുന്നത് ഈ interpersonal conflict എന്ന് വരുന്നത്. So importance also, communication breakdown is the main reason of interpersonal conflict. കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ഡൗൺ, അവർ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന പ്രശ്നമാണ് പ്രധാനപ്പെട്ട കാരണം. ഈ ഒരു ഇൻ്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റ് വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അവരുടെ കമ്മ്യൂണിക്കേഷനിലുള്ള ബ്രേക്ക് ഡൗൺ ആണ്. Therefore, learning communication skill is valuable in preventing and resolving such difficulties. So, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ലേൺ ചെയ്യുക എന്ന് പറയുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ ദർഫോർ ലേണിംഗ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഈസ് വാല്യുബിൾ ഇൻ പ്രിവെൻറ്റിംഗ് ആൻഡ് റിസോൾവിങ് സച്ച് ഡിഫിക്കൽട്ടീസ്. അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ ലേൺ ചെയ്യുക എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ തമ്മിൽ രണ്ടുപേർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് കൊണ്ട് ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് നമുക്ക് ഒഴിവാക്കാം. At the same time, personality conflict is another reason, and this refers to very strong difference in motives, values, or styles in dealing with people that are not resolvable. So next വരുന്നത് പേഴ്സണാലിറ്റി കോൺഫ്ലിക്റ്റ് ആണ്, അതൊരു വേറെ റീസൺ ആണ്. സോ this refers to very strong differences in motives, values, and styles. സോ അവിടെ ഡിഫറൻസസ് ഇൻ വാല്യൂസ്, സ്റ്റൈൽസ്, മോട്ടീവ്സ്, അതാണ് അതിന് കാരണം പറയുന്നത്. ദാറ്റ് ഷുഡ് നോട്ട് ബി റിസോൾവ്, നമുക്കത് റിസോൾവ് ചെയ്യാൻ പറ്റാത്ത ചില ഡിഫറൻസസ് ഉണ്ടായിരിക്കും. സോ അങ്ങനെ വരുന്ന പേഴ്സണാലിറ്റികൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് വരാം. എക്സാമ്പിൾ, ദിസ് ഈസ് ഒബ്സർവബിൾ വെൻ ബോത്ത് സ്ട്രോങ് പൊളിറ്റീഷ്യൻ പാർട്ടീസ് കോൺടെസ്റ്റ് ഫോർ ഇലക്ഷൻ ആൻഡ് ദ പവർ സ്ട്രഗിൾ എൻഷുവേഴ്സ്. അപ്പോൾ ഇവിടെ രണ്ട് പൊളിറ്റിക്കൽ പാർട്ടികൾ അവർ തമ്മിൽ വരുന്ന എന്താണ് സ്ട്രഗിൾസ്, അതൊക്കെ നമുക്ക് എന്ത് പറയാം? കോൺഫ്ലിക്റ്റ് ആയിട്ട് പറയാം. കോമൺ ടാക്ടിക്സ് യൂസ്ഡ് ഇൻ interpersonal power struggles includes exaggerated use of rewards and punishments, deceptions and evasions, threats and emotional blackmail, and flattery in gratitude. ഫ്ലാറ്ററി, അതായത് നമുക്ക് എക്സാജറേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും, ഇതായത് കമ്മ്യൂണിക്കേഷൻ നമുക്കിത് സോൾവ് ചെയ്യാം. ഈ പറയുന്ന കമ്മ്യൂണിക്കേഷനിൽ വരുന്ന കോൺഫ്ലിക്റ്റ് എങ്ങനെ റിസോൾവ് ചെയ്യാം എന്നാണ്. അതിന് നമുക്ക് കുറച്ച് ഒരാളെ നല്ല രീതിയിൽ എക്സാജറേറ്റ് ചെയ്തിട്ട് അവരെ റിവാർഡ്സ്, യൂസ് ഓഫ് റിവാർഡ്സ്, എക്സാജറേഷൻ, അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യാം. അതേപോലെ തന്നെ ത്രെറ്റ്സ്, ഇമോഷണൽ ബ്ലാക്ക്മെയിൽ, അങ്ങനത്തെ പ്രശ്നങ്ങൾ പല രീതിയിൽ നമുക്ക് കോൺഫ്ലിക്റ്റുകൾ നമുക്ക് പല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? റിസോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്ന റോൾ കോൺഫ്ലിക്റ്റ് ആണ്. ഇറ്റ് ഇൻവോൾവ്സ് റിയൽ ഡിഫറൻസസ് ഇൻ റോൾ ഡെഫിനിഷൻസ്, എക്സ്പെക്ടേഷൻസ് ഓർ റെസ്പോൺസിബിലിറ്റീസ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ഹു ആർ ഇൻഡിപെൻഡൻറ്റ് ഇൻ എ സോഷ്യൽ സിസ്റ്റം. സോ റോൾ കോൺഫ്ലിക്റ്റ് വരുന്നത് റിയൽ ഡിഫറൻസസ് ഇൻ റോൾ ഡെഫിനിഷൻ ഓഫ് റോൾ, ഓരോരുത്തരുടെ റോളിൽ വരുന്ന ഡിഫറൻസസ് ഉണ്ടായിരിക്കും. എക്സ്പെക്റ്റേഷൻസ് ഓർ റെസ്പോൺസിബിലിറ്റീസ്, ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കും.
ഓരോരുത്തരുടെ പൊസിഷനിൽ വരുന്ന ഇതാണ് നമ്മുടെ സോഷ്യൽ സിസ്റ്റത്തിൽ ഓരോരുത്തരുടെ പൊസിഷൻ അതിൽ വരുന്ന ഡിഫറൻസസ് ആണ് റോൾ കോൺഫ്ലിക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണ അൺഫോർച്ചുനേറ്റ്ലി ദ കോൺഫ്ലിക്റ്റ് ഈസ് ഓഫൺ ഡയഗ്നോസ്ഡ് ആസ് ഇൻ്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റ് രാദർ ദാൻ റോൾ കോൺഫ്ലിക്റ്റ്. നമ്മൾ സാധാരണയായിട്ട് ഈ കോൺഫ്ലിക്റ്റിന് പറയുക ഇൻ്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റ് ആണ് സാധാരണ നമ്മളിത് പറയാറ്, റോൾ കോൺഫ്ലിക്റ്റ് എന്നല്ല. പക്ഷേ ശരിക്കും ഇത് ഇങ്ങനെ പറയുന്നത് റോൾ കോൺഫ്ലിക്റ്റ് ആണ്, വ്യക്തികൾ തമ്മിലല്ല, അവരുടെ പൊസിഷൻസ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റാണിത്. The emotional intensity is often quite high in role conflict since people are directly involved as individuals and there is a strong tendency to personalize the conflict. Emotional intensity എന്ന് പറയുന്നത് ഓഫൺ ക്വയറ്റ് ഹൈ ആയിരിക്കും ഇൻ റോൾ കോൺഫ്ലിക്റ്റിൽ. ഇമോഷണൽ ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും. പീപ്പിൾ ആർ ഡയറക്റ്റ്ലി ഇൻവോൾവ് ആണ്, ഇൻഡിവിജ്വൽസ് ഇൻവോൾവ് ആയതുകൊണ്ട് ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് കുറച്ചുകൂടി പേഴ്സണലൈസ്ഡ് ആവാനുള്ളൊരു ചാൻസസ് ഉണ്ട്. പക്ഷേ ഇവരുടെ പൊസിഷൻസ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റാണിത്. ഇനി ഇൻ്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ്, ദാറ്റ് ഈസ് കോൺഫ്ലിക്റ്റ് ടേക്ക് പ്ലേസ് ഷേപ്പ് ഓഫ് എത്തിക്കൽ ഓർ റേഷ്യൽ വാർസ്. ഇത് രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റാണ് ഇൻ്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. So intergroup conflict is especially tense and prone to escalation and complex when group identities are threatened. നമ്മുടെ ഐഡൻറ്റിറ്റീസിന്, നമ്മുടെ ഗ്രൂപ്പ് ഐഡൻറ്റിറ്റീസ് ത്രെട്ടൺ ചെയ്യപ്പെടുമ്പോൾ നമ്മൾ എന്ത് വരുന്നുണ്ട്, ഈ പറയുന്ന ഇൻ്റർഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. ദി കോസ്റ്റ് ഡിസ്ട്രക്ഷൻ intergroup conflict can be extremely high for a society in both economic and social terms. അപ്പോൾ ഈ ഡിസ്ട്രക്ഷൻ, ഈ ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഇവർ തമ്മിൽ അത് നമുക്ക് വേണമെങ്കിൽ രണ്ട് ഗ്രൂപ്പുകൾ, വലിയ വലിയ ഗ്രൂപ്പുകൾ തമ്മിലുള്ളതെന്ന് പറയുമ്പോൾ വലിയ ഡിസ്ട്രക്ഷൻ, സൊസൈറ്റിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇതിൽ ഈ ഒരു ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് പലപ്പോഴും നമുക്ക് എക്കണോമിക്കലായിട്ടും സോഷ്യലായിട്ടും ഒരുപാട് ഡിസ്ട്രക്ഷൻസ്, നാശം വിതയ്ക്കുന്ന കോൺഫ്ലിക്റ്റാണ് ഈ ഇൻ്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ഇൻ്റർനാഷണൽ കോൺഫ്ലിക്റ്റ്, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ, ഇത് ഗ്ലോബൽ ലെവലിൽ വരുന്നത് ഒരു കോൺഫ്ലിക്റ്റാണ്. കോമ്പറ്റീഷൻ ഫോർ റിസോഴ്സസ് certainly play a part. അവിടെ റിസോഴ്സസ് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻ, ബട്ട് വാല്യൂ ആൻഡ് പവർ കോൺഫ്ലിക്റ്റ് ആർ ഓഫൺ ഇൻ്റർവ്യൻറ്റ് ആൻഡ് സംടൈംസ് പ്രീഡൊമിനേറ്റ്. അപ്പോൾ ഇവിടെ വാല്യൂസ് തമ്മിലുള്ള പവർ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കും. ദ ഡിഫറൻസസ് ആർ ആർട്ടിക്കുലേറ്റഡ് ത്രൂ ദ ചാനൽസ് ഓഫ് ഡിപ്ലോമസി ഇൻ എ കോൺസ്റ്റൻറ്റ് ഗെയിം ഓഫ് ഗിവ് ആൻഡ് ടേക്ക്. അപ്പോൾ ഇവിടെ ഗിവ് ആൻഡ് ടേക്ക് പറയുന്നൊരു പോളിസിയാണ് ഇവിടെ വരിക. ദാറ്റ് ഈസ് ഓർ ത്രെറ്റ്, കൗണ്ടർ ത്രെറ്റ്, ഭീഷണി, തിരിച്ച് ഭീഷണി, അങ്ങനത്തെയൊക്കെ വരും. സോ സംടൈംസ് ഫോർ എ ഹയർ സ്റ്റേക്സ് mechanism or propaganda can lead to many of the same social psychological distortions and characterize interpersonal and intergroup conflict. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ഒരുപാട് ഇൻ്റർപേഴ്സണൽ ഇൻ്റർഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് ഒക്കെ വരുന്നുണ്ട്. സോ ഇത് വലിയ ഒരുപാട് റിസൾട്ട്, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ വരുന്നതൊക്കെ ഏത് കോൺഫ്ലിക്റ്റാണ്, ഈ പറയുന്ന ഇൻ്റർനാഷണൽ കോൺഫ്ലിക്റ്റ് ആണ്. പിന്നെ വാല്യൂസ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് വരും, ദാറ്റ് ഈസ് വാല്യൂ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അപ്പം 4 ലെവൽസ് ഓഫ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഈ 4 ലെവലാണ്. വ്യക്തികൾ തമ്മിൽ, അവരുടെ പൊസിഷൻസ് തമ്മിൽ, ഗ്രൂപ്പുകൾ തമ്മിൽ, രാജ്യങ്ങൾ തമ്മിൽ. ഇനി വാല്യൂസ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് വരും. വാല്യൂ കോൺഫ്ലിക്റ്റ് റെഫേഴ്സ് ടു കോൺഫ്ലിക്റ്റ് ഓർ ഡിസഗ്രിമെൻറ്റ് ഇൻ വാല്യൂസ്. ഡിഫറെൻറ്റ് വാല്യൂസ് തമ്മിലുള്ള ഡിസഗ്രിമെൻറ്റിനെ നമുക്ക് എന്ത് പറയാം, വാല്യൂ കോൺഫ്ലിക്റ്റ് എന്ന് പറയാം. എവറി സൊസൈറ്റി ഈസ് ഡിവൈഡഡ് ഓൺ ദ ബേസിസ് ഓഫ് ഇറ്റ്സ് സാറ്റിസ്ഫാക്ഷൻ, സ്ട്രാറ്റിഫിക്കേഷൻ. സോ ദർ ആർ സെവറൽ ലെയേഴ്സ് ഓർ സ്ട്രാറ്റ ഇൻ ദ സൊസൈറ്റി. സൊസൈറ്റിയിൽ നമുക്ക് ഒരുപാട് ലെയേഴ്സ് വരുന്നുണ്ട്, ഒരുപാട് എന്താ പറയുക, ഗ്രൂപ്പുകൾ വരുന്നുണ്ട്. കാസ്റ്റ്, റിലീജിയൻ, സോ അങ്ങനെ പല രീതിയിൽ, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, ഫിസിക്കൽ ഫീച്ചേഴ്സ് ലൈക്ക് സ്കിൻ ആൻഡ് ഹെയർ കളർ. So in our society, do all such groups live together in complete harmony and equal sharing of social rewards? Instead, most of the groups are in conflict with each other. So അവിടെ ഗ്രൂപ്പുകൾ തമ്മിൽ എപ്പോഴും കോൺഫ്ലിക്റ്റാണ് വരിക. There are 3 scarce and precious social resources of the society: money, power, prestige. അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് വരാം, ഈ കോൺഫ്ലിക്റ്റ് വരാം. The task to achieve the above mentioned 3 scarce resources is extremely difficult. നമുക്ക് പറയുന്ന 3 സ്കാർസ് റിസോഴ്സസ് ഉണ്ട്. മണി, പവർ, പ്രസ്റ്റീജ് എന്ന് പറയുന്ന സ്കാർസ് റിസോഴ്സസ് ഉണ്ട്. ഇത് അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം
എന്താണ് ഡിഫിക്കൽട്ടായിട്ടാണ്. സോ ഇറ്റ് ക്രിയേറ്റ്സ് കോൺഫ്ലിക്റ്റ് ഇൻ മൈൻഡ്. അപ്പോൾ നമുക്ക് പല രീതിയിലുള്ള കോൺഫ്ലിക്റ്റ് വരാൻ സാധ്യതയുണ്ട്. ദ $1 million question is whether these scarce resources achieved with a value loaded means or by who can know. A man is very competitive in nature. It is believed that one gain only when opponent lose. അപ്പോൾ അവിടെ വിൻ ലോസ് സ്ട്രാറ്റജിയാണ്. ഒരാൾ നേടുമ്പോൾ മറ്റൊരാൾക്ക് അവിടെ നഷ്ടം വരുന്നതാണ്. സോ അപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് എന്തായാലും അവിടെ വരുന്നുണ്ട്. സോ വാല്യൂസ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് വരുന്നത് അങ്ങനെയാണ്. ഡിഫറെൻറ്റ് വാല്യൂസ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് അവിടെയൊക്കെ പറയുന്നത്. അപ്പോൾ ലെറ്റ് us try understand our relationship with an example of rubber band. All of us know that what is a rubber band. റബ്ബർ ബാൻഡിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ റബ്ബർ ബാൻഡ് എടുത്ത് the help of your 2 fingers take help both hands stretch the rubber band slowly. നമ്മൾ stretch ചെയ്യുക. A point will come when the rubber band loses its elasticity and eventually breaks. Our relationship is just like a rubber band. You can stretch it, play it, but don't break the relationship. A relationship നമ്മൾ അങ്ങനെ തന്നെ ഒരു റബ്ബർ ബാൻഡ് പോലെ തന്നെ നമുക്ക് സ്ട്രെച്ച് ചെയ്യാം, പക്ഷേ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അത് പൊട്ടിക്കാൻ പാടില്ല. സോ റിലേഷൻഷിപ്പ് ആർ അവർ സ്ട്രെങ്ത്. റിലേഷൻഷിപ്പ് നമ്മുടെ സ്ട്രെങ്ത്താണ്. സോ അത് നമ്മളുടെ ഒപ്പം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ നമ്മൾ ശ്രമിക്കണം. അതാണ് വരുന്നത്. പിന്നെ ഒരു വാല്യൂ ഡിലീമ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ തന്നെ വാല്യൂസ് തമ്മിലുള്ള ഒരു ഇത് വരുന്നുണ്ട്. അതിനെ നമുക്ക് വാല്യൂ ഡിലീമ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് ഇതിൽ പറഞ്ഞുതരാം. അതായത് നമുക്ക് നമ്മുടെ മൈൻഡിൽ തന്നെ. സോ എ ഡിലീമ ഈസ് എ സിറ്റുവേഷൻ ഓഫ് അൺസർട്ടനിറ്റി എന്ന് പറയാം. ഡിലീമ എന്ന് പറഞ്ഞാൽ അൺസർട്ടനിറ്റിയാണ്. ഇൻ സച്ച് എ സിറ്റുവേഷൻസ് വി ആർ കൺഫ്യൂസ്. നമുക്കൊരു കൺഫ്യൂഷൻ വരികയാണ്. നമ്മൾ അൺഎബിൾ ടു ടേക്ക് ഡിസിഷൻ. ഡിലീമ എന്ന് പറഞ്ഞാൽ അതാണ്. നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. നമ്മളൊരു കൺഫ്യൂഷനിൽ എത്തുന്നതാണ് വാല്യൂ ഡിലീമ എന്ന് പറയുന്നത്. സിൻസ് ഇവിടെ വാല്യൂസിൽ നമ്മൾ തമ്മിൽ എന്താണ് നമുക്കൊരു കൺഫ്യൂഷൻ, വാല്യൂസിൽ കൺഫ്യൂഷൻ വരുന്നതാണ് നമ്മുടെ വരുന്നത്. ഓൺ നമ്പർ ഓഫ് ഒക്കേഷൻസ് വി ആർ കൺഫ്യൂസ്ഡ് വിച്ച് വാല്യൂ ഈസ് ടു ബി ഇൻക്യൂൾക്കേറ്റഡ് ആൻഡ് ഇംബൈ. നമ്മൾ ഏത് വാല്യൂ ഫോളോ ചെയ്യണമെന്ന് ചില സമയത്ത് നമുക്ക് തന്നെ കൺഫ്യൂഷൻ വരും. അതാണ് വാല്യൂ ഡിലീമ എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ഒരു റോഡിൻ്റെ സെൻറ്ററിൽ 2 റോഡുണ്ട്. അതിന് നമ്മൾ ഒരു ജംഗ്ഷനിൽ നിന്നിട്ട് എങ്ങോട്ട് പോകണമെന്ന് ആലോചിക്കുന്നില്ല. അതന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് തിരഞ്ഞെടുക്കണം എന്ന് നമുക്കൊരു വരാം, ദിലീമ വരും. അതാണ് വാല്യൂ ദിലീമ എന്ന് പറയുന്നത്. അതിന് കാരണം എന്താ വെച്ചാൽ നമുക്ക് ആ വഴി അറിയാത്തത് കൊണ്ടാണ്, നോളേജ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ വാല്യൂസ് ദിലീമ നമുക്ക് വരാൻ കാരണം. അപ്പോൾ നമുക്ക് ഒരു ജംഗ്ഷനിലെത്തി ഏത് റോഡിൽ കൂടെ പോകണമെന്ന് അറിയാത്തത് എന്തുകൊണ്ടാണ്? നമുക്ക് ആ റോഡുകളെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. സോ നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്. വിച്ച് റോഡ് വുഡ് ബി ഗോൾ. അപ്പോൾ ഇവിടെ കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. ABCD പറഞ്ഞിട്ട് 4 വഴികളുണ്ട് ക്രോസ് ചെയ്തിട്ട്. അപ്പോൾ അതിൽ ഏത് കൂടെ പോകണമെന്ന് നമുക്കൊരു കൺഫ്യൂഷൻ വന്നു. സോ ഓരോ സ്റ്റെപ്പും നമ്മൾ കോൺഷ്യസ്ലി സെലക്ട് ചെയ്യണം. വാല്യൂ ലാഡൻ പാത്ത് ഈസ് നോട്ട്. അപ്പോൾ നമ്മൾ വാല്യൂ ബേസ് ചെയ്തിട്ടുള്ളൊരു തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. സോ ദർ ആർ ലോട്ട്സ് ഓഫ് നമുക്കൊരുപാട് പ്രശ്നങ്ങൾ വരും, റിസ്ക് ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യണം, സിറ്റുവേഷൻസ് വരുമ്പോൾ അത് അവോയ്ഡ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. സോ നമുക്ക് നല്ല വാല്യൂസ്, പേഴ്സൺസ് ഹു ആർ വെൽ സോഷ്യലൈസ്ഡ് ആൻഡ് ഗുഡ് വാല്യൂസ് ക്യാൻ കം ഔട്ട് ക്ലീൻ. അവർക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. നമ്മൾ സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ നല്ലൊരു വാല്യൂസ് ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, നമുക്ക് പ്രോബ്ലംസ് ദിലീമ വരില്ല. അല്ലാത്തവർക്കാണെങ്കിൽ ദിലീമ വരിക, കോൺഫ്ലിക്റ്റ് വരിക. അവർക്കുള്ളിൽ തന്നെ ഒരു കോൺഫ്ലിക്റ്റ് വരും എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ. This is main reason for many of us dilemma leading to social evils like corruptions, dowry, death, bribe. അങ്ങനെ നമുക്ക് കുറേ പ്രശ്നങ്ങൾ വരാൻ കാരണം, സമൂഹത്തിൽ പ്രശ്നങ്ങൾ കാരണം ഈ വാല്യൂസ് ദിലീമാണ്. അതായത് ഡെലീമ എന്ന് പറയുമ്പോൾ അവർക്കത് ശരിയാണോ തെറ്റാണോ എന്ന് അവർക്ക് തന്നെ അറിയുന്നില്ല. അതിന് കാരണം എന്താണ്? അവർക്ക് സ്വയം വാല്യൂസ് ഇല്ലാത്തത് കൊണ്ടാണ് അവർക്കത് കൺഫ്യൂഷൻ വരാൻ കാരണം. ഓക്കെ, ബാലൻസ് നമുക്ക് നെക്സ്റ്റ് ഇതിലെടുക്കാം. താങ്ക് യു.